എടാ കൊച്ചു തമ്പി, വെറുതെ വലിച്ചു വലിച്ചതിന്റെ കൈവെള്ളയിലെ തുണി കളയാന്നല്ലാതെ യാതൊരു ഫലവുമില്ല. ഇത് പാലത്തറയിലെ കൊമ്പനാ. ഇവനെ ഒരു ഇഞ്ച് അനക്കാൻ നീയല്ല നിന്റെ ചേട്ടൻ സാക്ഷാൽ മാടശ്ശേരി തമ്പി വന്നപ്പോൾ സാധിക്കില്ലടാ. എടോ പാലുണ്ണി, വീമ്പ് പറയാനത് കോന്തനും സാധിക്കും. അതെ, നിന്നെ നിന്റെ അവിഞ്ഞ ആനെ മാടശ്ശേരിയിലെ ചുണക്കുട്ടന്മാർ വലിച്ചു തോപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് മാടശ്ശേരി കൊച്ചു തമ്പി എന്നല്ലടാ. ആ എന്നാ വലിയടാ, എടാ കൊച്ചു തമ്പി, തോൽവി സമ്മതിച്ചേരെ. ഉത്സവത്തിനുള്ള കൊടിമരം പാലത്തറ കൊമ്പൻ തന്നെ കൊണ്ടുവരും. എടാ ശ്രീധരനുണ്ണി, നിന്റെ ഈ കുഴിയാനെ കൊണ്ട് ഉത്സവത്തിനുള്ള കൊടിമരം തൊടാൻ പോലും ഞങ്ങൾ സമ്മതിക്കല. കൊടിമരം കൊണ്ടുവരാൻ കൈക്കരുത്തുള്ള ആമ്പിള്ളേര് മാനശ്ശേരിയിലുണ്ടാ തെണ്ടി. അത്രയ്ക്ക് കരുത്തുണ്ടെങ്കിൽ വലിച്ചു തോപ്പിക്കടാ ചെത്തെ. വലിച്ചു തോപ്പിക്കൂടാ. വലിയടാ വലിയടാ വലിക്കടാ കൊച്ചുകേശവ, ആര് വലിക്ക്. എല്ലാവരും ഓരോ പഴം കഴിക്കൂ. പഴമെടുക്കേണ്ട പ്ലാനാണ്. പഴക്കൊല കൊണ്ടുവന്നിരിക്കുന്നു. പഴക്കൊല മാറ്റാൻ വേണ്ടി നീ തിന്നരുത്. ഞങ്ങളുടെ തടിമിടുക്കന്മാർക്ക് തിന്നാൻ കൊണ്ടുവന്ന പഴക്കൊല കണ്ടിട്ട് തുമ്പിക്കൈ നീട്ടുന്നത് അതിലും ചട്ടത്തരവാടാ തെണ്ടി. ഇനി കൊടിവരം ഞങ്ങൾ കൊണ്ടുവരും, ഉത്സവം ഞങ്ങൾ നടത്തും, മാനശ്ശേരിക്കാരെ നടത്തും. എങ്കിൽ നടത്തി നോക്കടാ. കഴിഞ്ഞ ഉത്സവത്തിന് 3 ശവങ്ങളെ മണ്ണി വീണത് നീയും കണ്ടതല്ലേ. ഇത്തവണ ഞങ്ങൾ അത് 10 തയ്ക്കും. എങ്കിൽ ആ 10 പാലത്തറന്നായിരിക്കൂടാ. എന്നാ അത് നമുക്ക് കാണാവിടാ. നിനക്ക് കാണാൻ പറ്റൂലടാ. ആ 10 നിന്റെ ശവം ഉണ്ടായിരിക്കും. എങ്കിൽ ഉത്സവം വരെ കാക്കണ്ട, ഇപ്പൊ തന്നെ നോക്കാം. നോക്കി നിൽക്കാതെ ആനയെ വരക്കടാ. എന്താടാ? നമ്മുടെ ആന 15 പേരെ ആസ്പത്രിയിലാക്കി. അസലായി. ആ 15 പേരും നമ്മുടെ ആളുകളാ. താൻ പോയി ആ കരാട്ടക്കാരെയൊക്കെ ഒന്ന് ഉഷാറാക്ക്. ഉത്സവത്തിന് മാടശ്ശേരിക്കാരുടെ മുഴുവൻ നെഞ്ചിടിച്ച് കലക്കാനുള്ളതാ. എന്താ മുത്തശ്ശി ഇത്? മുത്തശ്ശിയും കരാട്ട പഠിക്കുക? ഇത് കരാട്ടല്ലടി, എനിക്ക് വലുവാ. എന്റെ വലുവ് കൂടി. ഓ ആ എന്തൊരു മുടിഞ്ഞ വെച്ച അവന്മാരോട് ഒന്ന് നിർത്താൻ പറ. എടോ, ഉന്നമാണ് ഒരു പോലീസുകാരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. ഉന്നത്തെ കുറിച്ച് മഹാകവികൾ വരെ പാടിയിട്ടുണ്ട്. ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നിങ്കിലാക്കളെല്ലാം. സാറേ, ഈ ഉന്നം നോക്കുമ്പോ ഒരു കണ്ണ് അടച്ചു പിടിക്കുന്ന എന്തിനാ? എടോ, 2 കണ്ണും അടച്ചു പിടിച്ചാ പിന്നെ വല്ലതും കാണാൻ പിള്ളച്ചേട്ടനെന്തിയായി? അങ്ങേര് വെളുപ്പാങ്കാലത്തെ പൂജാമുറി കയറി വാതിലടച്ചതാ. പിള്ളച്ചേട്ടന് ദണ്ണം ഇല്ലാതിരിക്കോ? നാളെയല്ലേ തമ്പി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നത്? കൊല്ലില്ല, തമ്പി അദ്ദേഹം രക്ഷപ്പെട്ടു. എന്താ പറഞ്ഞത്? പിള്ളച്ചേട്ടാ, തമ്പി അദ്ദേഹം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. പുതുക്കോട്ട ഭഗവതി, നീ എന്റെ പ്രാർത്ഥന കേട്ടൂലോ. അറിഞ്ഞ പാലത്തറയിൽ ഗോവിന്ദ മക്കിൽ ഫോൺ വിളിച്ച് ഈ ഉത്സവത്തിന് മാടശ്ശേരി തമ്പി വരുന്നുണ്ടെന്ന് പാലത്തറക്കാരോട് പകരം ചോദിക്കാൻ. എങ്കിൽ ഈ തവണത്തെ ഉത്സവം അതിഗംഭീരമാകും.
പിള്ളച്ചേട്ടാ ഒന്ന് ചവിട്ടി. നീ വല്ലതും കണ്ട? നോക്കി. ഭസ്മാസുര മോഹി. ആ ഇവൻ തന്നെ മതി, ഇറങ്ങ്. അല്ല, ഇത് ആരൊക്കെ വന്നിരിക്കണേ? വരണം, ഇരിക്കണം. എവിടുന്ന് വരുന്നു? എന്താ നിങ്ങളുടെ പേര്? ചായയോ കാപ്പിയോ? അത് രണ്ടുമല്ല ഞങ്ങളുടെ പേര്. എന്റെ പേര് പിള്ള, ഇവന്റെ പേര് കുഞ്ഞികൃഷ്ണൻ. ഞങ്ങൾ ഈ ഭസ്മാസുര മോഹിനി ബുക്ക് ചെയ്യാൻ വന്നതാ. എന്നാ സാധനം വേണ്ടത്? ഏതാ സ്ഥലം? സ്ഥലം സ്ഥലം പരിശുദ്ധമായിട്ടുള്ള ഗ്രാമാണ് പുതുക്കോട്ട. പുതുക്കോട്ട. പുതുക്കോട്ടെ. എന്റെ അമ്മോ, എന്താ ചേട്ടാ? രാജപ്പോ പുതുക്കോട്ടേന്ന് പരിപാടി ബുക്ക് ചെയ്യാൻ വന്നിരിക്കണു. എന്നാ പിന്നെ അഡ്വാൻസ് അങ്ങോട്ട് വീശാം. എന്റെ പൊന്നു ചേട്ടാ, ശ്രീലങ്കയിലാണ് 10 ദിവസത്തെ പരിപാടിയാണെന്ന് പറഞ്ഞാലും ഒരു അഡ്വാൻസും കൂടാതെ ഞാൻ വന്ന് കളിച്ചു തരാം. ഇത് മാത്രം പറയരുത്. അല്ല, കാശ് എത്ര വേണ്ടെന്ന് വെച്ചാ കൂട്ടി ചോദിച്ചോളൂ. ഒന്നും വേണ്ട, പുതുക്കോട്ടയിലേക്ക് ഞങ്ങളില്ല. ബോംബിട്ട് നശിപ്പിക്കേണ്ട സ്ഥലം അത്. ബോംബിടണോ തീരുമാനിക്കുന്നത് ഞങ്ങളാ. ഇറങ്ങിക്കോ. എന്നാ ഞങ്ങളിനി ഇറങ്ങട്ടെ. ആ, ആ. അല്ല, ഈ ഭസ്മാസുര മോഹിനില് ഹനുമാന്റെ വേഷാണോ ചെയ്യണേ? അതെ. അപ്പൊ പിന്നെ നിനക്ക് മേക്കപ്പിന്റെ ആവശ്യമില്ലടാ. വേടാ ഭാഷ ഞങ്ങൾ പറയുന്ന ഭാഷ ഒന്നും മനസ്സിലാക്കാൻ. എന്ത് ധൈര്യത്തിലാണ് പിന്നെ നീയൊക്കെ വന്നത്? കഴിഞ്ഞ വല്ല മേജിക് കാണിക്കാൻ വന്ന എന്നെ കയ്യും കാലും കൂട്ടിക്കെട്ടി പെട്ടിയിലേക്ക് വിട്ടവരല്ലേ നീയൊക്കെ? അത് കഴിഞ്ഞ കൊല്ലല്ലേ, ഇത് ഇക്കൊല്ലത്തെ പരിപാടിയാ. ആളുകളൊക്കെ ഭയങ്കര ഡീസന്റ് ആയി ചേട്ടാ. മിണ്ടി പോവരുത്, തലമിട്ടോ, അല്ലെങ്കിൽ രണ്ടിനും കുരങ്ങാക്കി മാറ്റും ഞാൻ. എന്നിട്ട് അങ്ങനെ ആ മാജിക്കുകാരൻ എന്നെ കൊരങ്ങാക്കുന്നു പറഞ്ഞു. എന്നെയും. നിന്നിപ്പോ പ്രത്യേകിച്ച് കൊരങ്ങാക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ, ഈ പറയുന്നത്ര കുഴപ്പം പിടിച്ച സ്ഥലമാണോ പുതുക്കോട്ട? പറയുന്നതിൽ ഇത്തിരി കാര്യമുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഈ ഉത്സവം നടത്തണത് എന്നെ തല്ലുണ്ടാക്കാനാ. അതെ, കഴിഞ്ഞ തവണ മാജിക് കാണിക്കാൻ വന്ന ആള് ഒരൊറ്റ മാജിക്കേ കാണിച്ചുള്ളൂ. ബാക്കി മാജിക് ഒക്കെ പുതുക്കോട്ടക്കാരെല്ലാവരും ശരീരത്തെ ഉത്സവത്തിന് പ്രോഗ്രാമായിട്ട് കഥാപ്രസംഗം മതിയോ? എന്ത് പണ്ടാറായാലും മതി. എങ്കി ഞങ്ങളൊരു പാർട്ടിയെ തരാം. തല്ലുകൊണ്ട് പരിചയമുള്ള പാർട്ടിയാണ്. നീ മിണ്ടരുത്. നിങ്ങൾക്ക് പറ്റിയ പാർട്ടി തന്നെയാ. മോളെ ഏറ്റാ. ഏറ്റവുന്നേ. ആ 100 ആയിസ ഗീതുമോളുടെ കാര്യം പറഞ്ഞ് ദേ നാവിടുത്തേ ഉള്ളൂ. എന്താ ഒരറിയിപ്പും ഇല്ലാതെ പിള്ളച്ചേട്ടനും കുഞ്ഞീഷനും പെട്ടെന്ന്? ഉത്സവത്തിന് പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. അപ്പൊ ഗീതുമോൾ ഇന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി വന്നേ. ചേട്ടാ, പിന്നെ ഞാൻ വന്നത് ഉത്സവത്തിന് ഗീതുമോളെ ക്ഷണിക്കാനും കൂടി വേണ്ടിട്ടാ. ഇത്തവണ നിർബന്ധമായിട്ട് വരണമെന്ന് പറയാൻ പറഞ്ഞു. 2 കൂട്ടരും പറഞ്ഞു. മാടശ്ശേരിന്നും പാലത്തറയെന്നും പ്രത്യേകം പറഞ്ഞയച്ചതാ. ഞാൻ വരുന്നില്ല. വന്നിട്ട് എന്തിനാ? അതിന്റെ പേരിൽ തല്ലും വഴക്കം ഉണ്ടാക്കാനല്ലേ? ഒന്നും ഉണ്ടാവില്ല, ഒക്കെ ഈ പിള്ളച്ചേട്ടൻ നോക്കിക്കൊള്ളാം. പിന്നെ ഈ ഉത്സവത്തിന് മോളുടെ അച്ഛൻ എത്തുമെന്ന് പറഞ്ഞിരിക്കല്ലേ. വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അറിയിക്കേണ്ടത് അറിയിക്കാതെ പറ്റില്ലല്ലോ. തമ്പി അദ്ദേഹം ഉത്സവത്തിന് എത്തുന്ന അറിഞ്ഞോടെ അവിടെ പോലീസുകാരുടെ ഒരു ബഹള. പാലത്തറയിലും മാടശ്ശേരിയിലും ചില ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തോക്കും നാടൻ ബോംബും ഒക്കെ കരുതുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഈ അവസ്ഥയില് അവരെ ഒന്ന് പറഞ്ഞു നിർത്താൻ മോളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് കൂടി പറയാ, മോള് വരണം, വന്നേ പറ്റൂ. ചേട്ടൻ എന്തൊരു സ്മാർട്ടാ. ഒരു ആണോ? മീശ വെച്ചൂടെ? മീശ വെക്കാനിട്ടല്ല, വരാനിട്ടാ. ചേട്ടന് ബൈക്ക് ഓടിക്കാൻ അറിയോ? പിന്നെ എന്തേ? ബൈക്കിന്റെ പുറകിലിരുന്ന് ചെത്ത എനിക്ക് ഭയങ്കര കൊതിയാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെത്തുന്നത് തെങ്ങിന്റെ മണ്ടയിലിരുന്ന. എന്തേ സ്വകാര്യം പറച്ചിൽ ഇനിയും തീർന്നില്ലേ? ഏയ് അത്രയ്ക്കൊന്നുമില്ല. ഉത്സവത്തിന് വരണമെന്ന് പറയായിരുന്നു. അവള് വരും. അവള് മാത്രമല്ല, ഈ ഉത്സവത്തിന് ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. അപ്പോഴേ അടുത്ത് വേറെ കോളേജ് ഉണ്ടെങ്കിൽ അവിടുത്തെ പെമ്പിള്ളേരും കൂടി വിളിച്ചോ. ഉത്സവം ആകെ ഒന്ന് കൊഴുക്കട്ടെ. കുഞ്ഞുഷ്ണ, ആ. നിന്നെ അധികം നേരം ഇവിടെ നിർത്തണില്ല. നിന്റെ ഷുഗർ കൂടും. അപ്പൊ വരട്ടെ. പിള്ളച്ചേട്ടൻ നേരെ നാട്ടിലേക്കല്ലേ? അല്ല, ഇനിയും കുറെ കലാകാരന്മാരുടെ തല്ലും തൊഴിയും കൊള്ളാനുണ്ട്. ഇതെന്റെ ജാതകത്തിലുള്ളതാ. അല്ല, സാറ് വരണില്ലാവോ? അപ്പൊ അവിടെ കാണാം. കുട്ടി വരില്ലേ? ഡോ, തനിക്ക് എന്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് ഗീതു, ഇയാൾ ഇവിടെ കൂടിക്കോട്ടെ. നിങ്ങളുടെ തുണി അലക്കാനും അടിച്ചു വരാനൊക്കെ ഒരാളായില്ലേ? അതെ, ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. പക്ഷെ ഈ പെമ്പിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കിയാലുണ്ടല്ലോ. ആ ചെവി ഇങ്ങോട്ട് തന്നേ മോനെ. പോടാ പട്ടി. ആ ചെവി ഒന്ന് തരൂ. പോയില്ലെങ്കിൽ താൻ എന്ത് ചെയ്യുമോടോ പിള്ളച്ചേട്ടാ.
ഇത്തവണ ഉത്സവത്തിന് ഞങ്ങളുടെ വക ഒരു പ്രോഗ്രാം ഉണ്ട്, കഥാപ്രസംഗം. അപ്പുറത്ത് രണ്ട് വായി നോക്കിയാലില്ലേ, ഗാനഭൂഷണം, കൊച്ചിൻ ബ്രദേഴ്സ് അവരുടെയാ. ഏയ് അതൊന്നും വേണ്ട. വേണം ഗീതു, അവർക്ക് ഒറ്റ പ്രോഗ്രാം ഇല്ല. ആ പാവങ്ങൾക്ക് ഒരു സഹായം ആവട്ടെ എന്ന് കരുതിയാ. വാൾവീശി ചേർന്ന് മാറി ഇടപുറം കൊണ്ട് ചാടി വീണ് വനപ്പുറം കൊണ്ട് ചാടി വെട്ടി കേറി അടിവാളിന് വീശി പണ്ടാരടങ്ങാൻ ഉയരം പൊങ്ങി മാറി സർപ്പനിലയിൽ വാൾവീശി ഗജമുഖം കൊണ്ടെടുത്ത് ഗുരുക്കളെ, ഇതാ ചിക്കൻ ഫ്രൈ. ചാടി വെട്ടി. എടാ തീറ്റ കാണുമ്പോ അഭ്യാസം മറക്കരുത്. തുടരട്ടെ. അയ്യോ വിശന്നിട്ട് വയ്യ. പിന്നെ വിശപ്പ്. അവരും കഴിച്ചോട്ടെ ഗുരുക്കളെ. ഏയ് പാടില്ല, ഇനിയും തെളിയാനുണ്ട്. നെയ് കണ്ണാകണം. ഇടത് വെട്ടി വലത് വെട്ടി ഇടം നോക്കി പൂഴിക്കടകൻ. ഇത് ഏതാണ് ആശാന? ഇതാരാ കോഴിക്കടകൻ? പൊരിച്ച കോഴിലാട്ടാ ചെക്കെ പൂഴിക്കടകൻ കളിക്കുന്നത്. ഒഴിഞ്ഞു മാറി കടകം മറിഞ്ഞ് മറിഞ്ഞു വെട്ടി ഇരുന്ന് വെട്ടി. ഇരുന്ന് വെട്ടി, കിടന്ന് വെട്ടി, വെട്ടി വെട്ടി വിഴുങ്ങിയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? വന്നപ്പോ ഞാഞ്ഞൂല് പോലെ ഇരുന്നതാ, ഇപ്പൊ ശീമപ്പന്നി പോലെ കൊഴുത്തു. കളരി മാത്രം കൊഴുത്തില്ല. അതെന്താ മോനാളി അങ്ങനെ പറയുന്നത്? ഞാനും എന്റെ ശിഷ്യഗണങ്ങൾ കൂടിയല്ലേ വടംവലിയിൽ വിജയം കൊയ്ത് ഉത്സവം മാടശ്ശേരിക്ക് നേടി തന്നത്. ഞാൻ ആ പഴക്കൊലെ കൊണ്ട് വന്നില്ലായിരുന്നേ കാണായിരുന്നു. വെട്ട് വെട്ട്, തേനക്കെട്ടുണ്ടാകാതെ നോക്കണം. ഉത്സവം അടുക്കാറായി, പോയി വെട്ടടോ. വെട്ടടാ വെട്ട്. ബുക്ക് ചെയ്തല്ലോ. 10 ദിവസവും കലാപരിപാടികൾ ഉണ്ടായിരിക്കുമല്ലോ. ആ 10 ദിവസവും കലാപരിപാടികൾ ഉണ്ടാവില്ല. ആരെങ്കിലും വിളിച്ചാ വരുമോ? അത്രയ്ക്കും പ്രസിദ്ധാണല്ലോ ഇവിടുത്തെ കാര്യങ്ങള്. ഒന്നാം കട്ട. പിന്നെ താൻ എന്തോന്നല്ലത്താനാ പോയത്? ഒരു പരിപാടിയില്ലേ ഞാനൊരെണ്ണം നടത്തും. മനുഷ്യനെ ജീവനോടെ കത്തിക്കുന്ന മാജിക്കാ? അല്ല ശരിക്കും. ആരെ കത്തിക്കും? തന്നെ. വേറെ ആരെയും കത്തിച്ച പെട്ടെന്ന് കത്തില്ല. ഭഗവതി. സ്റ്റേജിലിട്ടാണോ മുതലാളി കത്തിക്കുന്നത്? കൂട്ടത്തിൽ നിന്നെയും കത്തിക്കും. കുച്ചമ്പി, എന്താടാ കൊല്ലലും കത്തിക്കലും അല്ലാതെ വേറെ ഒന്നും നിന്റെ നാവിൽ വരില്ലേ? പിള്ളേ, താൻ ഗീതുമോളെ കണ്ടുവോ? കണ്ടു. ഇത്തവണ ഉത്സവത്തിന് ഗീതുമോള് വരും. ഗീതുവിനോട് മാടശ്ശേരിയിലേക്ക് തന്നെ വരണമെന്ന് പറഞ്ഞില്ലേ? അതെന്തിനാ പ്രത്യേകം പറയുന്നത്? ഇതല്ലേ അവളുടെ വീട്. ഗീതുവിനെ പാലത്തറയിലേക്ക് കൊണ്ടുപോകുന്ന ആ പാലുണ്ണിയും ശ്രീധരനുണ്ണിയും പലയിടത്തും പറഞ്ഞതായിട്ട് അറിഞ്ഞു. ഏത് ഗോത്താഴത്ത് വേണേലും പറയട്ടെ, ഇത് വരുന്നത് ഇങ്ങോട്ട് തന്നെയാ. മറിച്ചാവണമെങ്കിൽ ഈ മാടശ്ശേരി കൊച്ചുതമ്പിയെ കൊല്ലണം. എന്റെ ഭഗവതി, ഇനി ഗീതുമോള് വരുമ്പോ എന്തൊക്കെ കുഴപ്പങ്ങളാണാവോ ഉണ്ടാവാൻ പോണേ. ഓ എന്റെ അമ്മ.